ആലപ്പുഴ പിടികൂടിയ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ കാര്യമോ നേരത്തെ കൃഷ്ണ പറഞ്ഞ പുഷ് 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കടത്തതിന് പിന്നിൽ വലിയ ശൃംഖല എന്നാണ് പറയുന്നത്. കടത്തിന് ഉപയോഗിച്ച കാർ വാടകയ്ക്കെടുത്ത എറണാകുളത്ത് നിന്നാണെന്നും വാടകയ്ക്കെടുത്തത് മറ്റൊരു സ്ത്രീയാണെന്നുമാണ് വിവരം. വിൽപ്പനക്കാർക്കിടയിൽ ഹൈബ്രിഡ് കഞ്ചാവ് പുഷ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മനീഷ് ബഹിവാലാണ് വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ചേരുന്നത്. മനീഷ്, ഗുഡ് മോർണിംഗ്. വലിയൊരു സംഘം ഈ കടത്തിന് പിന്നിലുണ്ട്. ഒപ്പം തന്നെ ഈ ചാറ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു കടത്ത് നടന്നു എന്നത് വ്യക്തമാവുന്നുണ്ടല്ലോ. അതെ ക്രിസ്റ്റീന, നിലവിൽ ഇവരുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി പ്രതികളുടെ ഫോൺ അയച്ചിരിക്കുകയാണ്. അതിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുഷ് എന്ന പേരിലാണ് 6 കിലോ പുഷാണ് ആലപ്പുഴ അല്ലെങ്കിൽ എറണാകുളത്തേക്ക് എത്തിച്ചത്. അതിൽ 3 കിലോ മാത്രമാണ് ആലപ്പുഴ ഓമനപ്പുഴയിൽ നിന്നും കഴിഞ്ഞ ദിവസം എക്സൈസ് സംഘം പിടികൂടിയത്. അങ്ങനെയെങ്കിൽ മറ്റ് 3 കിലോ എവിടെ? ഈ 3 കിലോയ്ക്ക് തന്നെ ലഹരി വിപണിയിൽ ഏകദേശം 2 കോടിയോളം രൂപ വരും. MDMA ഇരട്ടി വിലയാണ്. സാധാരണ ഒരു പൊതി കഞ്ചാവിന് 500-1000 രൂപയാണെങ്കിൽ ഇതിന് 10,000-ന് മുകളിൽ വിലയാണ്. അതുകൊണ്ട് തന്നെയാണ് 3 കിലോ കഞ്ചാവിന് 2 കോടിയോളം രൂപ വില വരുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരു 3 കോടി എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ എക്സൈസും പോലീസും കൂടി യോജിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് ആരംഭിച്ചിട്ടുള്ളത്. എറണാകുളത്ത് ഇവർക്ക് കാർ വാടകയ്ക്കെടുത്ത് നൽകിയത് ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ക്രിസ്റ്റീന എന്നറിയപ്പെടുന്ന ഈ തസ്ലീമ സുൽത്താനയ്ക്ക് എറണാകുളത്തെ ലഹരി മാഫിയ ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങളുമായി കൂടി അടുത്ത ബന്ധമാണുള്ളതെന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഇവർ 8 വർഷമായി ഹൈദരാബാദ്, ചെന്നൈ, ബാംഗ്ലൂർ, എറണാകുളം തുടങ്ങിയ സിനിമാ മേഖലയിലെ പ്രമുഖർക്കാണ് ഈ രീതിയിൽ പ്രമുഖരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ രീതിയിൽ ഈ രാസലഹരിയും ഹൈബ്രിഡ് കഞ്ചാവും വിതരണം ചെയ്തു വന്നിട്ടുള്ളത്. ഈ മേഖലയിൽ വൻ ശൃംഖലയുണ്ട് എന്നാണ്, ഈ ലഹരി വിപണിയിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ എക്സൈസിന് വ്യക്തമായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപ ഇവർ സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട്. എറണാകുളത്ത് ഇവർക്ക് ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ ഒരു സ്ഥാപനം കൂടിയുണ്ട്. കഴിഞ്ഞ 3 വർഷങ്ങൾക്ക് മുൻപ് ഈ ക്രിസ്റ്റീന, അതായത് ഇവരൊരു പോക്സോ കേസിലെ പ്രതിയായിരുന്നു. ഒരു പ്രായപൂർത്തിയാത്ത പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടി എത്തിച്ചു നൽകിയതിന് ഇവരെ പോലീസ് പ്രതി ചേർത്ത് ഇവർ ശിക്ഷ കഴിഞ്ഞ ശേഷം പിന്നീട് പുനർവിവാഹം കഴിച്ച ശേഷമായിരുന്നു തസ്ലീമ സുൽത്താൻ എന്ന പേര് മാറ്റി ഇവർ ക്രിസ്റ്റീന എന്ന പേര് സ്വീകരിച്ച് ലഹരി വിപണിയിലൊക്കെ തന്നെ ഇവരുടെ പേര് കോഡായി അറിയപ്പെട്ടത് ക്രിസ്റ്റീന എന്ന പേരിലായിരുന്നു. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഈ കാർ വാടകയ്ക്കെടുത്ത് എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് എത്തിച്ച സമയത്ത് ഇതിൽ GPS ഉണ്ടായിരുന്നു. വാടകയ്ക്കെടുത്ത ടാക്സി വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഇവർ എവിടെയൊക്കെ പോയി എന്നുള്ള വിവരം എക്സൈസിന് ഏറ്റവും അടുത്ത ദിവസം തന്നെ ലഭ്യമാകും. ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന ഇവരുടെ ഫോണിൽ നിന്ന് ഈ പ്രമുഖ താരങ്ങൾക്ക് ഇവർ ഈ ലഹരി കൈമാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും ഞെട്ടിക്കുന്ന മൊഴി ഇവർ നൽകിയിട്ടുള്ളത് ശ്രീനാഥ് ഭാസിയും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുമായി നേരിട്ട് കണ്ട് ഇവർക്കൊപ്പം ലഹരി ഉപയോഗിച്ചെന്ന മൊഴിയാണ് ഇവർ നൽകിയിട്ടുള്ളത്. പക്ഷേ ഇവരുടെ ഈ താരങ്ങളുമായി ചാറ്റ് ചെയ്തതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ നേരിട്ട് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് തെളിവോ അല്ലെങ്കിൽ വ്യക്തത വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച കൂടുതൽ തെളിവുകൾ ലഭ്യമായ ശേഷമായിരിക്കും ഈ താരങ്ങൾക്ക് കൂടി വിളിച്ചു വരുത്താനുള്ള നോട്ടീസ് കൊടുത്ത് ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക. ഇപ്പോൾ ഈ കേസിന്റെ അന്വേഷണം എക്സൈസിന്റെ നാർക്കോട്ടിക് CM മഹേഷിൽ നിന്നും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറായിട്ടുള്ള അശോക് കുമാറിന് കൈമാറിയിട്ടുണ്ട്. ആ രീതിയിൽ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സാധാരണ ലഹരി കേസുകൾ പോലെ അല്ല. വിമാനത്താവളത്തിന് പുറത്ത് ഇത്രയും വലിയ തോതിൽ ഒരു ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത് തന്നെ ആദ്യ സംഭവമാണെന്നാണ് എക്സൈസ് കൂടി പറയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട സെക്സ് റാക്കറ്റിന്റെ വിവരം കൂടി പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് കൂടി വിവരം കൈമാറിയിട്ടുണ്ട്. പോലീസിന്റെ രഹസ്യ അന്വേഷണ വിഭാഗം ഇപ്പോൾ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ഹാഷ്മി. ഓക്കെ, സീനാമോദ് പറയുന്നുണ്ട് ഈ റിപ്പോർട്ടർ ഇടയ്ക്കിടെ ക്രിസ്റ്റീന എന്ന് പറയുന്നതിന് നമ്മുടെ ക്രിസ്റ്റിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ആണോ? അല്ല, ഞാൻ മനീഷിനോട് പറഞ്ഞു, മനീഷ് തസ്ലിമ എന്നല്ലേ പേരെന്ന്. അപ്പൊ എന്നോട് തസ്ലിമ എന്നൊക്കെ പറഞ്ഞാൽ നാക്ക് കുളുക്കും ചേച്ചി, അതുകൊണ്ട് ക്രിസ്റ്റീന എന്ന് പറയാൻ എളുപ്പം. പക്ഷെ എന്റെ പേര് തസ്ലീമ ക്രിസ്റ്റീന എന്ന് പറഞ്ഞാലോ? വേണ്ട, ക്രിസ്റ്റീന ഒഴിവാക്കി പറഞ്ഞാൽ മതി.